മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട എൻ പ്രശാന്തിനെതിരെയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് സംബന്ധിച്ച വാർത്തകളിൽ ഇളകി മറിയുകയാണ് സംസ്ഥാനത്തെ IAS സംവിധാനം. അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലകനെ പരസ്യമായി അധിക്ഷേപിക്കുകയും ചിത്തരോഗിയെന്ന് വിളിക്കുകയും ചെയ്ത സംഭവത്തിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. പ്രശാന്തിനെതിരെയുള്ള ജയതിലകന്റെ റിപ്പോർട്ടും മുഖ്യമന്ത്രിക്ക് മുന്നിലുണ്ട്. ഉന്നതിയിലെ ഫയലുകൾ കൈമാറാൻ പ്രശാന്ത് തയ്യാറായില്ല എന്നതും ഹാജറിൽ ക്രമക്കേട് നടത്തിയെന്നതും അത്യന്തം ഗുരുതരമായ പ്രശ്നങ്ങളായി നിലനിൽക്കുന്നു. സുപ്രധാന യോഗങ്ങളിൽ പങ്കെടുക്കാനുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശങ്ങൾ എൻ പ്രശാന്ത് ധാർഷ്ട്യത്തോടെ അവഗണിച്ചിരുന്നുവെന്നും അടിസ്ഥാനരഹിതവും ബാലിശവും ധിക്കാരപരവുമായ മറുപടിയാണ് മേലധികാരിക്ക് പ്രശാന്ത് നൽകിയിട്ടുള്ളത് എന്നും മുഖ്യമന്ത്രിക്ക് ജയതിലക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നേരെയുണ്ടായ ഗുരുതരമായ അധിക്ഷേപ പരാമർശങ്ങളും ചട്ടലംഘനങ്ങളുടെ പരിധിയിൽപ്പെടും. ജയതിലകനെതിരെ പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ പ്രശാന്തിന് അത് ചീഫ് സെക്രട്ടറി അറിയിക്കാം. എന്നാൽ അതിനു പകരം ഫേസ്ബുക്കിൽ അവഹേളന പോസ്റ്റ് ഇടുകയാണ് പ്രശാന്ത് ചെയ്തത്. ഒപ്പം വെല്ലുവിളിയും. കാര്യങ്ങളിൽ ഗവൺമെന്റും പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ അനുസരിച്ച് ഉചിതമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് പ്രൊസീജിയർ പാലിച്ച് ആവശ്യമായ തീരുമാനമെടുക്കും. സർവീസിന് അപമാനം ഉണ്ടാക്കുന്നതൊന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല എന്ന അഖിലേന്ത്യാ സർവീസുകാരുടെ പെരുമാറ്റച്ചട്ടത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രശാന്തിനെതിരെ മാതൃകാപരമായ നടപടി ഉണ്ടാകണമെന്നാണ് മുതിർന്ന IAS ഉദ്യോഗസ്ഥരുടെ നിലപാട്. ജയതിലകനെ അപമാനിച്ചതിന് എൻ പ്രശാന്തിനോട് വിശദീകരണം തേടുമോ എന്ന ചോദ്യത്തോട് വിശദീകരണം ചോദിക്കുകയല്ല, നടപടിയെടുക്കുമെന്നായിരുന്നു ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ പ്രതികരണം. അത് അധികം വൈകാനിടയില്ല. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.